ഹീറ്റിൽ തന്നെ നെക്സ്റ്റ് പ്രോബ്ലം ആണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റോഡ് ഓഫ് ലെങ്ത് 2 മീറ്റർ. ലെങ്ത് 2 മീറ്റർ ആണ്. ഹൂസ് എൻഡ് പോയിൻറ്റ്സ് ആർ മെയിൻഡ് അറ്റ് ടെമ്പറേച്ചർ 0. എൻഡ് പോയിൻറ്റ്സ് 0 ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഫസ്റ്റ് കേസാണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ k ഇൻറ്റു x² - x³ എൻ്റെ പോളിനോമിയൽ ഡിഗ്രി 3 ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4 ടൈംസ് സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് തന്നെ 0 to 2 നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഈ f(x)ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആവുന്ന വരെ ചെയ്യണം. അപ്പോൾ ആദ്യം ആ ടൈം വരും, ഫസ്റ്റ് ഡെറിവേറ്റീവ് വരും, സെക്കൻഡ് ഡെറിവേറ്റീവ് വരും, തേർഡ് ഡെറിവേറ്റീവ് വരെ വരും, ഫോർത്ത് ഡെറിവേറ്റീവ് ആണ് 0 വരിക. അപ്പോൾ 4 ഫങ്ഷൻസ് വരും. അപ്പം ഇവിടെ കോമൺ സ്റ്റെപ്സ് ആണ് വേവ് ഹീറ്റ് ഇക്വേഷൻ, ബൗണ്ടറി, ഇനീഷ്യൽ, കോമൺ സ്റ്റെപ്സ്, u(x)t, a-ൻ്റെ ഇക്വേഷൻ വരെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഞാൻ പറഞ്ഞില്ല ഇവിടെ പോളിനോമിയൽ തേർഡാണ്, ഡിഗ്രി 3 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു ടൈംസ് 4 ടൈംസ് ആണ് ഉണ്ടാവുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇനി -6ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അതുകൊണ്ട് ഫിഫ്ത്ത് ടൈം വേണ്ട. 4 ടൈമാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഈ 4 ടൈമിൽ ലിമിറ്റ് എന്ത് വരും? 0 to 2. അപ്പോൾ 2 ടൈം അവിടെ സൈൻ വരുന്നുണ്ടായിരിക്കാം. നോക്കൂ, സെക്കൻഡ് ടൈമും സൈനാണ്, ഫോർത്ത് ടൈമും സൈനാണ്. ആ 2 ടൈമിനും ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, സിംഗിൾ ഡയറക്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട്, സ്പ്ലിറ്റിംഗ് അല്ലാത്ത കൊണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താലും 0 തന്നെ വരും. ബാക്കി 2 ഫംഗ്ഷനാണ് നമുക്കിനി ലിമിറ്റ് കൊടുത്ത് നോക്കേണ്ടത്. അപ്പം k കോൺസ്റ്റൻ്റ് ആണ്, k കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എടുത്തു. അപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 ടൈംസ് ആണ് വരിക. ഒരെണ്ണം അതായത് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ x² - x³ എന്നുള്ളത് 0 - 0 ആയിരിക്കും. 2 കൊടുക്കും, പക്ഷേ 2² - 2³ വരിക, 4 - 8 - 2 വരിക. അതുകൊണ്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 വാല്യൂസും വരും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരെണ്ണേ വരുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ 3 ടൈംസാണ് നമുക്ക് ഉണ്ടാവുക, ബാക്കി എല്ലാം 0 ആയിരിക്കും. ആ 3 ടൈം cos nπ എന്ന് പറയുന്നത് -1/n ആണ്. അതേപോലെ cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ an കിട്ടുന്നത്. പ്രോബ്ലം അവസാനിപ്പിക്കരുത്, ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? u(x)t എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഓർഡറായിട്ട് തന്നെ പഠിക്കുക. ജസ്റ്റ് സ്റ്റെപ്സ് മാത്രം പറയുമ്പോൾ പെട്ടെന്ന് 2 മിനിറ്റ്, ആദ്യത്തെ പ്രോബ്ലമൊക്കെ പറഞ്ഞപ്പോൾ 7 മിനിറ്റോളം പറഞ്ഞു. അപ്പോൾ അത് എക്സ്പ്ലനേഷൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും വീണ്ടും ഓരോ പ്രോബ്ലത്തിലെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നീട് സ്റ്റെപ്സ് മാത്രമേ കിട്ടുള്ളൂ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ നോക്കുക, 7 മാർക്കിനായതുകൊണ്ട് 3rd ഡിഗ്രി വരെ ചോദിക്കാം, 4th ഒന്നും എന്തായാലും ചോദിക്കില്ല, ക്യൂബ് വരെ ചോദിക്കാം ക്വസ്റ്റ്യനിൽ. ഓക്കെ.